വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പേപ്പർ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ പറയുന്ന പേപ്പറാണ്. ഇതിൻ്റെ BPCC111 പറയുന്നതാണ് ഇതിൻ്റെ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഇതിൽ 3 ബ്ലോക്സ് ആയിട്ടാണ് ഇതിലെ യൂണിറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 12 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഓരോ ബ്ലോക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡറിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോ എന്നുള്ള രീതിയിലുള്ള ഒരു യൂണിറ്റ് ആണ്. ഇപ്പോൾ ഇതിൽ അബ്നോർമാലിറ്റി, നോർമാലിറ്റി, എങ്ങനെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ ഡിഫൈൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് ആണ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സൈക്കോപാത്തോളജി 1 എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ആണ് പരിചയപ്പെടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാ വെച്ചാൽ ബയോളജിക്കൽ, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ, സൈക്കോഡൈനാമിക്, അങ്ങനെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് ഈ യൂണിറ്റിൽ പരിചയപ്പെടാം. ഇനി അടുത്ത യൂണിറ്റാണ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സൈക്കോപാത്തോളജി 2 എന്ന് പറയുന്നത്. ഇതിലും നമ്മൾ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് പരിചയപ്പെടുന്നുണ്ട്. ഹ്യൂമാനിസ്റ്റിക്കൽ, അതേപോലെ തന്നെ കൾച്ചറൽ, അങ്ങനെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പറ്റും. ഇനി ഫോർത്ത് യൂണിറ്റാണ് അസസ്മെൻറ്റ് ഓഫ് സൈക്കോപാത്തോളജി എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സൈക്കോപാത്തോളജി ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് അസസ്മെൻറ്റുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ഡിസോർഡേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്. അതായത് ചൈൽഡ്ഹുഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ സൂയിസൈഡ്, അതേപോലെ തന്നെ ഡിപ്രഷൻ, പിന്നെന്താ ഒപ്പോസിഷണൽ ഡിസോർഡർ, അങ്ങനെ കണ്ടക്ട് ഡിസോർഡർ, അങ്ങനത്തെ ഡിസോർഡേഴ്സൊക്കെ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത യൂണിറ്റാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആൻഡ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് ADHD, അതേപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക സിംറ്റംസ്, കോസസ്, ട്രീറ്റ്മെൻറ്റ്സ്, അതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുക. ഇനി യൂണിറ്റ് 7 പറയുന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ. ഈ 2 ഡിസോർഡറിൻ്റെയും ട്രീറ്റ്മെൻറ്റ്, കോസസ്, പിന്നെ അതേപോലെ സിംറ്റംസ്, അതൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പരിചയപ്പെടും. ഇനി അടുത്ത ബ്ലോക്കാണ് മെൻ്റൽ ഡിസോർഡർ 1. അതായത് തേർഡ് ബ്ലോക്കാണ് മെൻ്റൽ ഡിസോർഡർ 1 എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പാനിക് ഡിസോർഡർ, പിന്നെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, ഫോബിയ, അങ്ങനത്തെ ഒരുപാട് ഡിസോർഡേഴ്സ് നമ്മൾ ഇതിൽ പരിചയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത യൂണിറ്റാണ് ഒബ്സസീവ് കമ്പൾസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ OCD എന്താണ്, അതായത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്താണ്, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്താണ്, അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടും. ഇനി അടുത്ത യൂണിറ്റാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആൻഡ് സൊമാറ്റിക് സിംപ്റ്റം ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറയുക സൊമാറ്റിക് ഡിസോർഡറിനെ പറ്റിയിട്ട്, ഫാക്ടീഷ്യസ് ഡിസോർഡറിനെ പറ്റിയിട്ട് ഒക്കെ നമ്മൾ, കൺവേർഷൻ ഡിസോർഡറിനെ പറ്റിയിട്ടൊക്കെ നമ്മളിത് പരിചയപ്പെടുന്നുണ്ട്. ഇനി അടുത്തൊരു യൂണിറ്റാണ് ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ. ഇതിൽ 2 കാറ്റഗറീസ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് പീക്ക റൂമിനേഷൻ ഡിസോർഡർ, പിന്നെയാണ് അനോറക്സിയ നെർവോസ, ബുലിമിയ നെർവോസ, പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ ഒക്കെ പറയുന്നത്. ഇനി അടുത്ത യൂണിറ്റാണ്, ലാസ്റ്റ് യൂണിറ്റാണ് സ്ട്രെസ്, ട്രോമ ആൻഡ് സൈക്കോപാത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്ട്രെസ്സ്, ട്രോമ, അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് ട്രോമാറ്റിക് ഇവൻ്റ് എങ്ങനെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലത്തെ ഡിസോർഡേഴ്സൊക്കെ ലീഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇതാണ് 3 ബ്ലോക്ക്, ഈ പേപ്പറിൽ പഠിക്കാനുള്ള 3 ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.